അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റിഡക്ഷനാണ്, മൂന്നാമത്തെ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു കെമിക്കൽ പ്രോപ്പർട്ടീസിൽ? ഒന്ന്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ്റെ കുറേ റിയാക്ഷൻസ് എക്സാമ്പിൾസായിട്ട് നമ്മൾ നോക്കി. പിന്നെ രണ്ടാമത് ഡിസ്കസ് ചെയ്തതാണ് ഓക്സിഡേഷൻ. ഇനി മൂന്നാമത്തെയാണ് റിഡക്ഷൻ. റിഡക്ഷനിൽ നമുക്ക് ഒന്ന് സാധാ ഹൈഡ്രജൻ വെച്ചിട്ട് നിക്കലിൻ്റെ പ്രസൻസിലുള്ള ആ റിഡക്ഷൻ നോക്കാനുണ്ട്, കാറ്റലിറ്റിക് റിഡക്ഷൻ എന്നുള്ള പോലെ അത് നോക്കാനുണ്ട്. രണ്ടാമത്തത് ക്ലെമൻസൺസ് റിഡക്ഷനാണ്. മൂന്നാമത്തെ വുൾഫ് കിഷ്ണറാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തേക്ക് കിടക്കാം, അതായത് കാറ്റലിറ്റിക് ആയിട്ടുള്ള റിഡക്ഷൻ. കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്, ഹൈഡ്രജൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ആൽഡിഹൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ തരും. കീറ്റോണിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ തരും. ഓക്സിഡൈസാണ് നമ്മൾ ആൽഡിഹൈഡിനെ ചെയ്യണമെങ്കിൽ അതെന്ത് തരും? കാർബോക്സിലിക് ആസിഡ്സ് തരും. ക്ലിയർ ആയോ? അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആൽക്കഹോളായിട്ട് മാറും. അതങ്ങനെയാണല്ലോ എപ്പോഴും, ആദ്യം ആൽക്കഹോൾ, പിന്നെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, പിന്നെയാണ് ആസിഡ് വരുന്നത്, ആണല്ലോ. അപ്പോൾ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പോകുന്നത്. അപ്പോൾ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആയിട്ടുള്ള ആളെ റെഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആൽക്കഹോളായിട്ടാണ് മാറുക. ഇനി ഇൻ കേസ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യാനാണെങ്കിൽ മുകളിലോട്ടാണ് പോവുക, ഓക്സിജൻ ആഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവും? ഒരു ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ അത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആവും, അല്ലെങ്കിൽ കീറ്റോണിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ അത് ആസിഡായിട്ട് മാറും. ക്ലിയർ ആയോ? അപ്പോൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആസിഡ് ടു ആൽക്കഹോൾ എന്നുള്ള രീതിയിലാണ് പോവുക. അതായത് ഇപ്പോൾ ആസിഡാണ് നമ്മളേലുള്ളത് എങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആവും, അല്ലെങ്കിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ നമ്മുടെ ഇരിക്കണേ അത് ആൽക്കഹോൾ ആവും. ഇനിയിപ്പോൾ നമ്മൾ ഓക്സിഡൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ് പോവുക. അതായത് ആൽക്കഹോളാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആവും. ഇൻ കേസ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ആണെങ്കിൽ അത് ഓക്സിഡൈസ്ഡ് ആയിട്ട് ആസിഡായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് ആൽഡിഹൈഡാണ്, റിഡക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും എന്തായിട്ടാണ് മാറുക? ആൽക്കഹോളായിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ ആൽഡിഹൈഡ് ഒരു പ്രൈമറി ആൽക്കഹോളാവും, കീറ്റോൺ ഒരു സെക്കൻഡറി ആൽക്കഹോളാവും. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ആൽഡിഹൈഡാണ് എടുക്കുന്നത്, അതായത് CH3CHO, CH3CH ഡബിൾ ബോണ്ട് O. ഓക്കെ, ഇതിന് നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ടാണല്ലോ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിക്കലിനെ എടുക്കണം റിഡക്ഷൻ ആണെങ്കിൽ. ഓക്കെ, ഇനി അതെന്തായി മാറും? പ്രൈമറി ആൽക്കഹോളായിട്ട് മാറും. അതായത് ഈ ബോണ്ട് പൊട്ടിയിട്ട് അവിടേക്കും ഹൈഡ്രജൻ കയറും. എന്നിട്ട് ഇവിടെ ബാക്കിയൊരു കാർബണിൻ്റെ അവിടെ ഒരു ബോണ്ട് വരില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഓൾറെഡി അവിടെ CH3 ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബോണ്ട് C, പിന്നെ മുകളിലേക്ക് ഹൈഡ്രജൻ, പിന്നെ ആ ഡബിൾ ബോണ്ട് പോലെ ഡബിൾ ബോണ്ട് പൊട്ടുമല്ലോ. എന്നിട്ട് ഒരു ഓക്സിജൻ ഉണ്ട്, ഒരു ബോണ്ടായി. ഈ H2-ലെ ഒരു H+ ഈ ഓക്സിജൻ്റെ ഒപ്പം പോവും, മറ്റേ H കാർബണിൻ്റെ മറ്റേ ബോണ്ടിലേക്ക് കയറും. ക്ലിയർ ആയോ? വേറെ കളർ മാറ്റി കാണിച്ചു തരാം. ഇങ്ങനെ മനസ്സിലായോ? ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇതെന്താണ്? നോക്കിക്കഴിഞ്ഞാൽ എഴുതുകയാണെങ്കിൽ ഇതെന്താ ഉണ്ടാവണേ? CH3CH2OH ആണ് അല്ലേ? അതെന്താ? പ്രൈമറി ആൽക്കഹോളാണ്. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡിൽ നിന്ന് എന്താ കിട്ടുന്നത്? പ്രൈമറി ആൽക്കഹോളാണ് കാറ്റലിറ്റിക് റിഡക്ഷൻ ചെയ്തിട്ട് കിട്ടുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു കീറ്റോൺ എടുക്കുന്നത്, CH3C ഡബിൾ ബോണ്ട് O CH3. ഓക്കെ, ഇതിനെ നമ്മൾ ഹൈഡ്രജൻ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡറി ആൽക്കഹോളാണ് കിട്ടേണ്ടത്. നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് തന്നെയുണ്ട്? CH3 തന്നെയുണ്ട്. ഓക്കെ, ഇനി അവിടെയുള്ള കാർബൺ അതങ്ങനെ തന്നെ വെച്ചു. ഇനി റൈറ്റ് സൈഡിൽ ഒരു CH3 ഉണ്ട്, അതും അവിടെ തന്നെ വെച്ചു. ഓക്കെ, ബോണ്ട് പൊട്ടുന്നത് കാർബണിൻ്റെയും ഡബിൾ ബോണ്ടിൻ്റെയും അവിടെയാണ്, ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ കാർബണിൻ്റെ അവിടെ ഒരു സിംഗിൾ ബോണ്ടാവും ഓക്സിജനായിട്ട്. എന്നിട്ട് ആ ഓക്സിജൻ്റെ അവിടേക്ക് ഒരു ഹൈഡ്രജൻ കയറും. ആൻഡ് ഈ കാർബണിൻ്റെ എക്സ്ട്രാ ഒരു 4 ബോണ്ടാണല്ലോ കാർബൺ ഉള്ളത്, അപ്പോൾ എക്സ്ട്രാ ഒരു ബോണ്ടിലേക്ക് ഹൈഡ്രജൻ കയറും. ഇപ്പോൾ ഇതെന്തായി? CH3 ആൻഡ് ഇവിടെ OH ആയി.
അപ്പോൾ എന്തായി ഇതെന്താണ് സെക്കൻഡറി ആൽക്കഹോളാണ്. അപ്പോൾ നമുക്ക് കീറ്റോണിന് എന്ത് കിട്ടി? ഒരു സെക്കൻഡറി ആൽക്കഹോൾ കിട്ടി. ക്ലിയർ ആയോ? H2 നിക്കലിൽ റിഡ്യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡ് അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണെന്ന് വിചാരിക്കുക. അതായത് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്സ് ഉള്ള ആൽഡിഹൈഡ്. അതാണല്ലോ അൺസാച്ചുറേറ്റഡിൻ്റെ മീനിങ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ്, അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ്. അപ്പോൾ അങ്ങനത്തെ ആൽഡിഹൈഡ്സ്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡാണ് നമ്മുടെ ഉള്ളെങ്കിൽ കാറ്റലറ്റിക് റിഡക്ഷൻ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാത്രമല്ല റിഡ്യൂസ് ചെയ്യുക, അതിലുള്ള ഡബിൾ ബോണ്ടിനെയും റിഡ്യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ NaBH4 ആണ് യൂസ് ചെയ്യണതെങ്കിൽ, ഹൈഡ്രജൻ ബാർ നിക്കലിന് പകരം NaBH4 ആണ് യൂസ് ചെയ്യണതെങ്കിൽ അത് ആൽഡിഹൈഡിനെ മാത്രമേ റിഡ്യൂസ് ചെയ്യുള്ളൂ. കാണിച്ചു തരാം. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഇതിന് 2 രീതിക്ക് നമുക്ക് റിയാക്ഷൻ നടത്താം. ഒന്ന്, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ കാറ്റലറ്റിക് റിഡക്ഷൻ, അതായത് ഹൈഡ്രജൻ വെച്ചിട്ട് നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലുള്ള റിഡക്ഷൻ. അതുവഴി നമുക്ക് ആൽഡിഹൈഡിൻ്റെയും ഡബിൾ ബോണ്ടിനെയും പൊട്ടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നത് NaBH4 ആണെങ്കിൽ, NaBH4 എന്ന് പറഞ്ഞിട്ടുള്ള റിയേജൻ്റാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ മാത്രമേ റിഡ്യൂസ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ഇനി ഇതെൻ്റെ റിയാക്ഷൻ എഴുതി തരാം. അപ്പോൾ നമ്മളൊരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ്, ഇപ്പം CH3 CH ഡബിൾ ബോണ്ട് CH CHO, ഇതൊരു അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ആണല്ലോ, കാരണം എന്താ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇതെടുത്തു. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ വെച്ച് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ CH3 CH ഡബിൾ ബോണ്ട് CHO അല്ലേ ഉള്ളത്. അപ്പോൾ ആദ്യം CH3 ഉണ്ടായിരുന്നു, പിന്നെ CH ഡബിൾ ബോണ്ട് CH ആണ്. അപ്പോൾ അവിടേക്ക് ഓരോന്നിലേക്കും ഹൈഡ്രജൻ കയറും. അപ്പോൾ CH ആയിരുന്ന സ്ഥലം CH2 ആവും, ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് CH ആയിരുന്ന സ്ഥലം CH2 ആവും. പിന്നെ CHO എന്നുള്ളത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? CH2OH എന്നാവും അല്ലേ. അപ്പോൾ അത് കിട്ടി. ഇവിടെ എന്ത് സംഭവിച്ചു? ആൽഡിഹൈഡിനെ റിഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ആൽക്കഹോളാക്കി, പോരാത്തതിന് ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നതും പൊട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിന് പകരം NaBH4 ആണ് റിയേജൻ്റ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കുക. അത് ആൽഡിഹൈഡിനെ മാത്രമേ റിഡ്യൂസ് ചെയ്യുള്ളൂ. അതായത് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് CH3, പിന്നെ CH ഡബിൾ ബോണ്ട് CH എന്നല്ല, അത് അതേപോലെ വയ്ക്കും, CH ഡബിൾ ബോണ്ട് CH. പിന്നെ നല്ലത് CHO എന്നാണ്. ആ CHOനെ എന്താക്കും? റെഡ്യൂസ് ചെയ്തിട്ട് ആൽക്കഹോളാക്കും, CH2OH. ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് സംഭവം. നമ്മളൊരു ആൽഡിഹൈഡ് എടുത്തു, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽഡിഹൈഡ്. അതിനെ ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ വെച്ച് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിനും റെഡ്യൂസ് ചെയ്യും. അതായത് ആൽഡിഹൈഡിനെ ആൽക്കഹോളായിട്ട് മാറ്റി, ആൻഡ് ഈ ഡബിൾ ബോണ്ടിനെയും റെഡ്യൂസ് ചെയ്ത് സിംഗിൾ ബോണ്ടഡ് ആക്കി. ഓക്കെ, പക്ഷേ NaBH4 ആണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആ ഡബിൾ ബോണ്ട് അതേപോലെ നിർത്തും, ആൽഡിഹൈഡിനെ മാത്രമേ റെഡ്യൂസ് ചെയ്ത് ആൽക്കഹോളാക്കുള്ളൂ. ക്ലിയർ ആയോ? ഇനി റിഡക്ഷനിൽ അടുത്തതാണ് ക്ലെമൻസൻസ് റിഡക്ഷൻ. അതായത് നമ്മുടെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിന് നമ്മൾ സിങ്ക് അമാൽഗം NaCl വെച്ചിട്ട് റിഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ആൽക്കെയിൻ തരും. അതിനെയാണ് ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ആൽഡിഹൈഡ് എടുത്തു, CH3 CH ഡബിൾ ബോണ്ട് O. ഓക്കെ, ഇതിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ക്ലെമൻസൻസ് റിഡക്ഷനിൽ യൂസ് ചെയ്യുന്ന റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ സിങ്ക് അമാൽഗം. അമാൽഗം എന്ന് പറഞ്ഞാൽ എന്താ? മെർക്കുറി. ഓക്കെ, സിങ്ക് അമാൽഗം ആൻഡ് HCl വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കെയിൻ തരും. അതായത് ഓൾറെഡി ഇവിടെ CH3 ഉണ്ടായി, പിന്നെ ഒരു കാർബണും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ CH3 2 കാർബൺ കമ്പൗണ്ട് ആവും. ഇതെന്താണ്? ഇത് ഒരു ആൽക്കെയിൻ അല്ലേ? ഈഥെയിനാണിത് അല്ലേ?
C2H6 ഈഥേനാണ്, ഒരു ആൽക്കേനായില്ലേ. അപ്പോൾ ആൽഡിഹൈഡിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആൽക്കേനെ കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ കീറ്റോൺ ആണ് എടുക്കണതെന്ന് വിചാരിക്കുക. കീറ്റോൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് CH3 C CH3 ഡബിൾ ബോണ്ടോ, ഇതാണ് എടുത്തത്. ഓക്കെ, ഇതിനെ നമ്മൾ സിങ്ക് അമാൽഗം HClൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതാണ് ക്ലെമൻസൺസ് റിഡക്ഷൻ. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് കിട്ടും? എത്രയാണോ കാർബൺ ഉള്ളത് അത്ര തന്നെ ഈഥീൻ കിട്ടും. CH3 ഓൾറെഡി ഉണ്ടായിരുന്നു, ഇനി ഈ കാർബൺ അവിടെ എന്ത് വരും? CH2 എന്നാവും. ഇനി ബാക്കിയുള്ള CH3 അതും കൂടി വരും, കറസ്പോണ്ടിങ് ആൽക്കെയിൻ കിട്ടും. ഓക്കെ, ഇതെന്താ? പ്രൊപ്പെയിനാണ്. മനസ്സിലായോ? അപ്പോൾ എത്ര കാർബൺ നമ്മുടെ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിലുണ്ടായിരുന്നു അത്രയും കാർബൺ ഉള്ള ആൽക്കെയിൻ കിട്ടും when you react it with zinc amalgam and HCl. ഇതാണ് ക്ലെമൻസൺസ് റിഡക്ഷൻ. എളുപ്പമാണ്, പക്ഷെ മറന്നു പോകാറുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിഡക്ഷൻ റിയാക്ഷനാണ് വുൾഫ് കിഷ്ണർ റിഡക്ഷൻ. എപ്പോഴും എക്സാമിന് ചോദിക്കും. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആൽഡിഹൈഡും കീറ്റോണും നമ്മൾ ഹൈഡ്രസീൻ KOH ഇവരെ വെച്ചിട്ട് റിഡ്യൂസ് ചെയ്യാണ് ഹൈ ബോയിലിംഗ് പോളാർ സോൾവെൻറ്റ്. നമ്മൾ ആ സോൾവെൻ്റായിട്ട് എടുക്കുന്നത് എത്തിലീൻ ഗ്ലൈക്കോളിനെയാണ്. അപ്പോൾ അത് വെച്ച് റിഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കീൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആൽക്കീൻ കിട്ടുന്ന 2 ടൈപ്പ് ഓഫ് റിഡക്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞ ക്ലെമൻസൺസ് റിഡക്ഷനും, 2 വുൾഫ് കിഷ്ണറും. യൂസ് ചെയ്യുന്ന റിയേജൻറ്റിലാണ് മാറ്റമുള്ളത്. അപ്പോൾ ഇതെങ്ങനെ റിയാക്ഷൻ വരിക നോക്കാം. ഓക്കെ, അപ്പം ഇവരെന്താ പറഞ്ഞാൽ നമ്മളെടുക്കുന്ന ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ നമ്മൾ എന്തായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം? ഹൈഡ്രസീൻ ആൻഡ് KOH അല്ലേ? ഹൈഡ്രസീൻ ആൻഡ് KOH ഇൻ ഹൈ ബോയിലിംഗ് സോൾവെൻറ്റ്, അതായത് എത്തിലീൻ ഗ്ലൈക്കോളിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കെയിൻ കിട്ടും എന്നാണ് പറഞ്ഞത്. ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാം. ഞാൻ ഇപ്പോൾ ആൽഡിഹൈഡ് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. CH3 C ഡബിൾ ബോണ്ടോ H. ഓക്കെ, ഇതാണ് നമ്മളെടുക്കുന്ന ആൽഡിഹൈഡ്. അപ്പോൾ ഈ ആൽഡിഹൈഡിനെ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH2 ഡബിൾ ബോണ്ട് NH2 ആണ്. ഹൈഡ്രസീൻ ഇൻ ദ പ്രസൻസ് ഓഫ് KOH. ഓക്കെ, എന്നിട്ട് ഹൈ ബോയിലിംഗ് പോളാർ സോൾവെൻ്റ് ആയിട്ടുള്ള എത്തിലീൻ ഗ്ലൈക്കോൾ എടുക്കണം. എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH2OH ഇതിലെടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആൽക്കെയിനായിട്ട് മാറും. അതിനു മുമ്പ് നമുക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളൊരു കമ്പൗണ്ട് കിട്ടും. അതായത് CH3 CHO എന്നാണല്ലോ നമ്മളെടുത്ത ആൽഡിഹൈഡ്. അതിൽ CH3 അതുപോലെ തന്നെ ഉണ്ടാവും, C അതുപോലെ തന്നെ ഉണ്ടാവും, HO അതുപോലെ തന്നെ ഉണ്ടാവും. ഇനി എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഓക്സിജൻ്റെ ഭാഗത്തേക്ക് NH2 കയറും. അതായത് ഇവിടെയുള്ള ആളിലെ NH2 കയറും. അപ്പോൾ ഡബിൾ ബോണ്ട് NH2 എന്നാവും. ഓക്കെ, ഇവിടെ ഈ NH2 ഡബിൾ ബോണ്ട് NH2ലെ NH2 ഈ ഓക്സിജനിലേക്ക് റീപ്ലേസ്ഡ് ആവും. അങ്ങനെ നമുക്ക് ഇത് കിട്ടി. ഇനി ഇവിടുന്ന് ഈ നൈട്രജൻ പോകണമല്ലോ അല്ലേ? ഇവിടുത്തെ നൈട്രജനെ നമുക്ക് ഈ 2 നൈട്രജൻസിനെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നൈട്രജൻ കളയണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടി ഹീറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി ഇവിടെ CH3 ഉണ്ടായിരുന്നു, അപ്പോൾ CH3 ആയി. പിന്നെ ഇവിടെ കാർബൺ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇവിടെ 2 എണ്ണം, ഇവിടെ 1 എണ്ണം. അപ്പോൾ എന്തുണ്ടായി? CH3 എന്ന് കിട്ടിയില്ലേ? ആൽക്കെയിൻ ആയില്ലേ? ഈഥേൻ ആയില്ലേ? ക്ലിയർ ആയോ? അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവിച്ചത് ശരിക്കും പറഞ്ഞാൽ? ഒരു കാർബണിൽ കമ്പൗണ്ട് C ഡബിൾ ബോണ്ട് O എന്നുള്ള ഗ്രൂപ്പ് റെഡ്യൂസ് ചെയ്തിട്ട് CH2 എന്നായി മാറി അല്ലേ? ഒരു ആൽക്കെയിൻ ഗ്രൂപ്പായിട്ട് മാറി. ഇതാണ് ഇവിടെ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ.